പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത്. ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. എല്ലാത്തിനെയും ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം അപ്പ, അപ്പം നന്ദിയോടെ സ്തോത്രം അപ്പ, അപ്പം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പാ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ അങ്ങയുടെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് ആമേൻ. സ്തോത്രം 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 അപ്പാ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ ഞങ്ങളെ നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ ആമേൻ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ. അങ്ങനെ ചിറകിൻ്റെ മറവിൽ അടിക്കിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറാതെ ഞങ്ങളെ കാവൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഞങ്ങളെ ബാധിക്കാതെ കർത്താവ് ഞങ്ങളെ ഈ പകൽക്കാലം കരുതുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ശനിയാഴ്ച പകൽക്കാലം കർത്താവ് പോയ ഒരാഴ്ചക്കാലം ചെയ്ത കൃപകളെയും നന്മകളെയും ഒക്കെ ഓർത്ത് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെക്കുന്നു. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം സൂക്ഷിക്കണം. ശത്രുവിൻ്റെ ദൃഷ്ടി ആരുടെ മേലും വീഴാതെ, ശത്രുവിൻ്റെ കണ്ണ് ആരുടെ മേലും പതിയുവാൻ അനുവദിക്കാതെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ദോഷമായിട്ടൊന്നും സംഭവിക്കാതെ എല്ലാവരെയും പരിപാലിക്കണം. രോഗങ്ങളിപ്പോൾ യേശുവിൻ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ. ആമേൻ. ദൈവിക ആരോഗ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കട്ടെ. യേശുവിൻ്റെ അടിപ്പിടരാനുള്ള സൗഖ്യത്തെ ഇത് കേൾക്കുന്ന ഓരോ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇവർ സൗഖ്യത്തോടെ ഇരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ദൈവിക സ്വസ്ഥതയിലിരിക്കട്ടെ. ഹല്ലേലൂയ. എന്തെങ്കിലും രോഗങ്ങൾ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ, ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ. യെസ്, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആർത്രൈറ്റിസ് വന്ന് കാൽമുട്ടുകൾ ആമേൻ നടക്കുവാനൊക്കെ കഴിയാതെ, മടക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൻ്റെ വെള്ളയ്ക്ക്, കാലിൻ്റെ തള്ളവിരലിൻ്റെ താഴെ ഭാഗത്ത്, അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, കാല് കുത്തുമ്പോൾ അവിടെ ആ ഭാഗം താഴെ മുട്ടുമ്പോൾ വേദന എടുക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ലോകവ്യാപകമായി ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ, മേടിച്ച പൈസ കൊടുക്കാൻ കഴിയാതെ ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട്. തിങ്കളാഴ്ച മുതൽ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം. കൊച്ചുപ്രായം മുതൽ നമ്മളൊക്കെ കേൾക്കുന്ന വാക്യമാണ്. നമ്മുടെ യൗവനകാലത്ത്, യൗവനം എന്ന് പറഞ്ഞാൽ നല്ല കാലം, ആമേൻ, ആരോഗ്യമുള്ള കാലം, നമ്മുടെ ഇഷ്ടത്തിന് ഓടുന്ന കാലം, ആമേൻ, ആമേൻ, നമ്മുടെ നല്ല എന്നാ പറഞ്ഞ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രായമാണ് യൗവനമെന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകളൊന്നുമില്ല, മുന്നോട്ട് വലിയ എടുത്തു ചാടുന്നൊരു പ്രായം, എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നൊരു പ്രായം എന്നൊക്കെ വേണം നമുക്ക് യൗവന പ്രായത്തെ പറയാം. എന്നാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ യൗവനമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല കാലം, നല്ല സമയം. അത് പ്രായം വെച്ചല്ല. ചിലപ്പോൾ നിങ്ങളുടെ നല്ല ബിസിനസ്സിൽ നല്ല സമയം, നിങ്ങളുടെ ജോലിയിലൊക്കെ നല്ല ഒരു സമയത്ത് നിൽക്കുക. മറ്റു പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല, മറ്റു പ്രയാസങ്ങളൊന്നും നിങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല. ആമേൻ. എല്ലാം കൊണ്ടും നല്ലതായി നിൽക്കുന്ന ഒരു സീസൺ. എപ്പോഴും ഓർത്തോണം, ആമേൻ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നല്ല വിത്തുകൾ നിങ്ങൾ വിതച്ചാൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ നല്ല കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമേൻ. നല്ല കൊയ്ത്ത് സാധ്യതയല്ല, നിശ്ചയമായിട്ടും കൊയ്ത്തുണ്ടാകും. വിതയ്ക്കുന്നതിന് കൊയ്ത്തുണ്ട്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ് ടൈം, വിതയും കൊയ്ത്തുമുണ്ട്. അതുകൊണ്ട് ഈ നല്ല കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ, ആരോഗ്യമുള്ള സമയം, സൗഖ്യമുള്ള സമയം, സന്തോഷമുള്ള സമയം, സമൃദ്ധിയുടെ സമയം, ഈ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. പലപ്പോഴും എല്ലാവരും പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നവർ. അങ്ങനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നല്ല യൗവനം, നല്ല കാലം, ദൈവം നമുക്ക് നല്ല സീസണുകളെ തരുമ്പോൾ ആ സീസണുകളിൽ കർത്താവിന് വേണ്ടി ഓടാൻ പറ്റുന്നിടത്തോളം ഓടിക്കോണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നിടത്തോളം പ്രവർത്തിച്ചോണം, നല്ല നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നിൽക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ശോഭനമായി തീരും. മുൻപോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ അനുഗ്രഹമായി തീരും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റവും നല്ല പ്രായത്തിൽ, ഏറ്റവും നല്ല സമയത്ത് നമ്മൾ കർത്താവിനെ സേവിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഒന്നും കഷ്ടത വന്നിട്ടോ രോഗത്തിൽ കിടന്നിട്ടോ അല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടല്ല. ആമേൻ. നല്ല സമയത്ത് ദൈവത്തെ സേവിക്കുക, നല്ല സമയത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, നല്ല സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആമേൻ ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. യൗവനകാലം മാറിപ്പോകുന്നൊരു സമയമുണ്ട്. അതാണ് യെശയ്യാവ് 40 പറയുന്നത്, യൗവനക്കാർ ഇടറി വീഴും, ആമേൻ, ആമേൻ, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. അങ്ങനെ ഒരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. നമ്മുടെ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നല്ല സമയത്ത് ആമേൻ നല്ല സീഡുകൾ ആമേൻ വിതയ്ക്കുവാൻ നമ്മൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്തു സംഭവിക്കും? നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ നമുക്ക് കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടതായ കൊയ്ത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആമേൻ, യൗവനക്കാരൻ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തും എന്നറിയുക. ആമേൻ. സഭാപ്രസംഗ പുസ്തകം 11:9-10. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമാക്കി നിന്റെ ദേഹത്തിൽ തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായത്രേ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ നമ്മുടെ നല്ല കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ തരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്യണം. എന്നും നന്മ ചെയ്യണം. അതിന് ഒരു ഹാർവെസ്റ്റ് ഉണ്ട്. ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ മാസത്തിൽ പ്രിയപ്പെട്ടവരെ, നല്ല സീഡുകൾ ഇടുക. നല്ല ഹാർവെസ്റ്റിന് ആവശ്യമായ നല്ല സീഡുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിതയ്ക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.